ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടോക്കാം. അപ്പോൾ എന്താ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് റവ കൊണ്ടുള്ള ഒരു ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റവ ദോശയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് റവയാണ് കേട്ടോ എടുക്കുന്നത്. വറുത്തതായാലും കുഴപ്പമില്ല, വറുക്കാത്തതായാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം 1 കപ്പ് റവ ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 കപ്പ് റവ കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ദോശ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ ചോറ് അതൊന്നും ഇതിലേക്ക് ചേർക്കണില്ല കേട്ടോ. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളമാണ് ചേർക്കുന്നത്. വെള്ളത്തിൻ്റെ ചൂട് കൂടി പോവരുത്. നമ്മളിങ്ങനെ കൈയൊക്കെ തൊട്ടാൽ ചൂടാവണ ആ ഒരു രീതിയിലുള്ള വെള്ളം ഉണ്ടല്ലോ, അങ്ങനത്തെ വെള്ളം മതി കേട്ടോ. അപ്പോൾ ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. റവ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ കട്ട കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/4 കപ്പോ 1/2 കപ്പൊക്കെ മൈദയും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അപ്പോൾ മൈദ ചേർത്തിട്ടില്ല, റവ വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ റവ ദോശക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് 1/4 കപ്പ് പിന്നെ മൈദ അല്ലെങ്കിൽ 1/4 കപ്പ് ഗോതമ്പ് പൊടിയൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. എന്നാലും നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ നമുക്ക് ദോശ. അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് ഒരു 3/4 മണിക്കൂർ ആയാലും കുഴപ്പമില്ല കേട്ടോ. ചിലപ്പോൾ പൊങ്ങി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റും കൂടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊങ്ങി വരും. അപ്പോൾ അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഓലനാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മൾ. അപ്പോൾ നമ്മൾ ഐഫക്കുട്ടിക്ക് പിന്നെ സ്കൂളിൽ ഇങ്ങനെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് സദ്യ ഉണ്ടാക്കുന്നുണ്ട്. ഓരോ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് മാത്രം കേട്ടോ. അപ്പോൾ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് വേണം നമ്മൾ കറി കൊടുത്തു വിടാൻ. ചോറും സാമ്പാറും സ്കൂളിൽ ഉണ്ടാക്കും. പിന്നെ അതേപോലെ അവിയൽ, കാളന്, പിന്നെ എന്താ പറയുക ഓലൻ, പച്ചടി, കിച്ചടി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോ വീട്ടിൽ നിന്ന് ഓരോ രക്ഷിതാക്കൾ അങ്ങനെ കൊടുത്തു വിടും. അപ്പോൾ നമ്മൾ ഓലൻ ഉണ്ടാക്കാനാണ് കേട്ടോ ഏറ്റിട്ടുള്ളത്. ഓലൻ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇന്ന് നമ്മളെ സ്റ്റോക്ക് റൂമിലേക്ക് സാധനങ്ങളൊക്കെ വരുന്ന ദിവസമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കിങ്ങൊക്കെ തീർത്ത് സ്റ്റോക്ക് റൂമിലേക്ക് പോകണം. കുട്ടികളെ സ്കൂൾക്ക് പറഞ്ഞയച്ചിട്ട് വേഗം അങ്ങോട്ട് പോകുവാണ്. അപ്പോൾ ഞാനിതാ രാവിലെ തന്നെ അതുകൊണ്ടാണ് കേട്ടോ വേഗം ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുമ്പളങ്ങൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒക്കെ കഴുകി വെച്ചിട്ടുണ്ട്. കഴുകിയിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ കുറച്ച് വലുപ്പത്തിലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഇളയ കുമ്പളങ്ങയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മളിവിടെ കുമ്പളങ്ങ എന്നാണ് കേട്ടോ പറയാം. ചിലർ ഇളവൻ എന്നൊക്കെ പറയില്ലേ. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ കുറേ കമൻറ്റ് ഉണ്ടായി. നമ്മൾ 2-3 ദിവസം വീഡിയോ ഇടായിട്ട് വീഡിയോ ഇടാഞ്ഞത് എന്താ പറ്റിയത് എന്നൊക്കെ ചോദിച്ചിട്ട്. ഒന്നുമില്ല, ഇപ്പോൾ ഓരോ തിരക്കായിട്ടാണ് കേട്ടോ വീഡിയോ ഇടാൻ പറ്റാത്തത്. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾ കാത്തിരിക്കലുണ്ടെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ എന്തായാലും മാക്സിമം ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കുമ്പളങ്ങയൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റീലിൻ്റെ കടായിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് ഇതുപോലെ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഓലനൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. ഞാൻ എന്നാലും ഇത് ഉണ്ടാക്കല്ലേ, അപ്പോൾ അങ്ങനെ കാണിക്കാമെന്നുള്ളൂ കേട്ടോ. ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇവിടുത്തെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. പിന്നെ തേങ്ങാപ്പാലൊക്കെ ചേർക്കണോണ്ടേ നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഞാനിതാ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് കറണ്ട് അടുപ്പ് മുതൽ വേവിക്കാൻ വെക്കാം. പിന്നെ ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേന് നമ്മളെ ചോറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ചോറ് വെന്ത് ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇന്ന് കറണ്ട് അടുപ്പ് മുതലാണ് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചോറൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വൻപയറും ആണല്ലോ, അതും ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുക്കറിലിട്ട് അങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി പൈക്കുള്ള തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിത് ഒരു തേങ്ങയൊക്കെ പൊളിച്ചു കൊണ്ടുവന്ന് തേങ്ങയൊക്കെ ചിരകി എടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി അതിന് കുറച്ചെടുത്തിട്ട് നമുക്ക് പിന്നെ റവ ദോശയ്ക്ക് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള തേങ്ങൻ്റെ പാലും എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വന്നപ്പോൾ തന്നെ നമ്മൾ കുമ്പളങ്ങയൊക്കെ വെന്തിട്ടുണ്ടേനും. പിന്നെ നമ്മൾ കുക്കറിൽ
വേവിച്ചെടുത്ത വൻപയർ അതിലേക്ക് ചേർത്ത് കൊടുത്തു. വൻപയർ വേവിക്കുന്ന സമയത്ത് ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ, വേറെ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതിൽ കടന്നിട്ട് ഒന്നും കൂടെ വേവട്ടെ. പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിന് കേട്ടോ, അപ്പോൾ രണ്ടാം പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വൻപയറും കുമ്പളങ്ങയൊക്കെ നല്ലോണം ഒന്ന് തിളക്കട്ടെ കേട്ടോ ഇതിൽ കടന്നിട്ട്. എന്നിട്ട് പിന്നെ ലാസ്റ്റ് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക. ഇത് എളുപ്പമാണ് ഉണ്ടാക്കാനൊക്കെ, നല്ല ടേസ്റ്റ് കേട്ടോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നമ്മൾ വൻപയറൊക്കെ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിനി, അതേപോലെ കുമ്പളങ്ങ വേവിച്ചപ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ, അപ്പോൾ പിന്നെ ഉപ്പൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ഇനി വേണമെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ രണ്ടാം പാലൊക്കെ ഒഴിച്ച് നല്ലോണം ഇതൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ അതാ നമ്മൾ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നാം പാൽ ചേർക്കുമ്പോൾ പിന്നെ തീ കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ തിളക്കേണ്ട ആവശ്യമില്ല, തിളച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പിരിയും. അപ്പോൾ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. പിന്നെ തീ കുറച്ച് കൊടുത്ത് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തു. പിന്നെ ഇതാ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, ഓലൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കുറച്ച് ലൂസായ പോലെ തോന്നുന്നുണ്ടാവും നിങ്ങൾക്ക്, അത് ഞാൻ അങ്ങനെ ലൂസാക്കിയതാണ് കേട്ടോ. കുട്ടികൾക്ക് ഇതിൻ്റെ കറി ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ കുറച്ച് അഴിഞ്ഞ് നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കണം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചട്നി റെഡിയാക്കിനി കേട്ടോ. അപ്പോൾ പിന്നെ ഇനി അപ്പം ചുടാൻ മാത്രമേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മാവ് തുറന്ന് നോക്കിയപ്പോൾ അതാ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ അടച്ചു വെച്ച പാത്രത്തിൻ്റെ അടിഭാഗത്തൊക്കെ മാവ് പൊങ്ങി വന്നതുകൊണ്ട് അതിമേലൊക്കെ ആയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മാവ് നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ മാവ് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ ലൂസാക്കി എടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തിട്ടില്ല. ഇനി നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പുറത്ത് വിറകടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അടുപ്പിലാണ് ഈ ഒരു ദോശ ചുട്ടെടുക്കുന്നത്. നമ്മൾ സാധാരണ അപ്പമൊക്കെ ചുടുന്ന ചട്ടി ഉണ്ടല്ലോ, ആ ചട്ടി കേട്ടോ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഏത് പാനിൽ വേണമെങ്കിലും അപ്പം ചുട്ടെടുക്കുക. ഇനിയിപ്പോൾ ഇതേപോലെയുള്ള സാധാ ചട്ടിയിലാണെങ്കിലും സാധാ അപ്പച്ചട്ടിയിലാണെങ്കിലും അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ഇരുമ്പിൻ്റെ ചട്ടിയിലോ ഏത് ചട്ടിയിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതാ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോൾ ഞാൻ എണ്ണയൊക്കെ തടവി കൊടുത്ത് മാവ് തീക്ക് ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ കയ്യിലുകൊണ്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്, നമ്മൾ സാധാ ദോശ ചുടുന്ന പോലെ തന്നെ. എന്നിട്ട് അടച്ച് വെച്ചു. ഇപ്പോൾ ഇതാ ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ. തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാ ചെറിയ ചെറിയ ഹോൾസൊക്കെ വന്നിട്ട് നല്ല അപ്പാണ് കേട്ടോ. അപ്പോൾ മഞ്ജുമോൾ ഇതാ പിന്നെ ദോശ ഫസ്റ്റ് ചുട്ട ദോശയും കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബാക്കിയുള്ള അപ്പൊക്കെ ഞാൻ അതുപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് ഓയിലും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കുക. ഓയിൽ വേണമെങ്കിൽ ചേർക്കുക, ഓയിലോ നെയ്യോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചേർക്കുക. നല്ല ടേസ്റ്റ് ആട്ടോ നല്ലോണം മുരിഞ്ഞ് വരുമ്പോൾ. പിന്നെ ഈ ദോശയ്ക്ക് ചെറിയൊരു മധുരം ഉണ്ട് കേട്ടോ, നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് ചെറിയൊരു മധുരം ഉണ്ട്. അപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ അപ്പം ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മക്കളൊക്കെ ചായയൊക്കെ കുടിച്ചിട്ടോ. അപ്പോൾ ഞാനും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പിന്നെ നമ്മൾ അടുപ്പ് ഒഴിഞ്ഞപ്പോൾ ആ ഒരു അടുപ്പത്ത് നമുക്ക് പപ്പടം പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണം. അപ്പോൾ ആ ചട്ടി ചൂടാവണമെങ്കിൽ കുറച്ച് നേരം പിടിക്കും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ചായയാണ് കുടിച്ചാൽ പിന്നെ അത് കഴിയുമല്ലോ. അപ്പോൾ ഇതാ ഞാനും 2 റവ ദോശയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചട്നി ഒഴിച്ചു കൊടുത്താണ്. പിന്നെ ഇന്നലത്തെ സാമ്പാർ ഉണ്ടായിനും കുറച്ച് ഫ്രിഡ്ജിൽ, അപ്പോൾ അതും എടുത്തൊന്ന് ചൂടാക്കിയിട്ട് കുറച്ച് അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കട്ടൻ ചായ കേട്ടോ. ചിലപ്പോൾ ചായ കുടിക്കലില്ല, ചൂടുവെള്ളം കുടിക്കുക. ചിലപ്പം കട്ടൻ ചായക്കൊരു പൂതിയാണ്, അപ്പോൾ കട്ടൻ ചായ കുടിക്കും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടോ. അപ്പം സാമ്പാറും ചട്നിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ ഇതുപോലെ റവ ദോശ ഉണ്ടാക്കാത്ത ആൾക്കാരൊന്നും ഉണ്ടാക്കി വെക്കുകൊണ്ട് നമുക്ക് എന്നും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടേ. അപ്പം ഇന്ന് എന്താ ഉണ്ടാക്കുക, നാളെ എന്താ ഉണ്ടാക്കുക, അങ്ങനെ ആലോചിക്കൂലേ. ഞാൻ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിട്ടോ. ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയ ഒരു രീതിയിൽ നല്ല സോഫ്റ്റാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ തന്നെ നമ്മൾ പപ്പടം പൊരിക്കാൻ ചട്ടി അടുപ്പത്ത് വെച്ചിരുന്നല്ലോ, ചട്ടിയൊക്കെ ചൂടായേക്ക് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിന് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഹോം ഷോപ്പിലത്തെ പപ്പടമാണ് കേട്ടോ, നല്ല പപ്പടമാണ് കേട്ടോ. ഈ അപ്പക്കാരൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന പപ്പടമാണ്. പപ്പടം പൊരിക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ. പപ്പടത്തിൻ്റെ സ്മെല്ല് തന്നെ വരും. ചില പപ്പടം നമ്മൾ പൊരിക്കുന്ന സമയത്ത് പപ്പടത്തിൻ്റെ സ്മെല്ല് കിട്ടില്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതങ്ങനെയല്ല കേട്ടോ, നല്ല പപ്പടത്തിൻ്റെ സ്മെല്ലൊക്കെ അല്ല, നല്ല പപ്പടമാണ് കേട്ടോ. നല്ല പൊള്ളച്ച് വരും ചെയ്യും. എനിക്കിങ്ങനെ നല്ലോണം പൊള്ളച്ച് ഇങ്ങനെ വീർത്ത് വരുന്ന പപ്പടം കേട്ടോ ഇഷ്ടം. ഇങ്ങനെ പൊള്ളച്ച് വരണ്ടെങ്കിൽ ഈ പപ്പടത്തിൻ്റെ നടുക്ക് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. അപ്പോൾ ഞാനത് ചെയ്യാത്ത എനിക്ക് ഇങ്ങനത്തെ പപ്പടം ഇഷ്ടമായിട്ടാട്ടോ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഇതേപോലെ പപ്പടം ചുട്ടാൽ പപ്പടം പൊരിച്ചെടുത്താൽ നമ്മളെ
പപ്പട പാത്രത്തിൽ കൊള്ളൂല, അത് അടക്കുമ്പോൾ പപ്പടമൊക്കെ പൊടി പൊടിയാവും. അങ്ങനെ പപ്പടമൊക്കെ പൊരിച്ചെടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ഐഫക്കുട്ടിക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ള പിന്നെ കറി ഒക്കെ പാത്രത്തിലാക്കണം. പിന്നെ ഈ പാത്രം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയേ ഉള്ളൂ, സ്കൂൾക്കൊക്കെ കൊടുത്തയക്കുമ്പോൾ കുറച്ച് അധികം കൊടുത്തയക്കണ്ടേ. ഒരു ക്ലാസ്സിൽ കുറച്ച് കുട്ടികളുള്ളൂ കേട്ടോ, ചെറിയ സ്കൂളാണ്. അപ്പോൾ അതൊക്കെ ഞാൻ പാത്രത്തിലാക്കി. ഞാൻ ഈ ഒരു വട്ടുള്ള പാത്രത്തിലാട്ടോ ആക്കിയത്. പിന്നെ എനിക്ക് തോന്നി ഇത് ഓളെ കയ്യിൽ കൊടുത്താലോൾ വണ്ടിയിലാണ് പോകുക, എന്നാലും ചിലപ്പോൾ ചിന്തിപ്പോവും. പിന്നെ ഞാൻ ആ പാത്രം മാറ്റിയിട്ടോ, ഇങ്ങനെ തൂക്കപാത്രം ഉണ്ടാവുമല്ലോ, അതിക്കാക്കി കൊടുത്തിട്ടുണ്ടതിന്. പിന്നെ എൻ്റെ പാത്രം കഴുകലും അകടിച്ചുവാരലൊക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മീൻകാരൻ വന്നിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ വേഗം മീനൊക്കെ വാങ്ങി ഇതാ ഉപ്പും മുളകും തേച്ച് വെച്ചിട്ടുണ്ടേനും. ഇപ്പോൾ എനിക്ക് പോകാനായിട്ടുണ്ട് കേട്ടോ, ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതാണ്. അപ്പം ഇനി മീനും കൂടെ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ചിഞ്ചുമോളും ഉണ്ട്. അപ്പം ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഓൾക്ക് 3:10 ട്രെയിനിന് പോകണം. അപ്പോൾ 2 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് പോകും. അപ്പോൾ പിന്നെ ഓൾക്ക് ചോറിന് എന്തെങ്കിലുമൊക്കെ ഇതേപോലെ മീനോ ഇറച്ചിയോ ചിക്കനോ ഒന്നും ഇല്ലെങ്കിൽ ഇഷ്ടമല്ല കഴിക്കാൻ. അപ്പോൾ പിന്നെ ഞാൻ ഓൾക്ക് ഇഷ്ടപ്പെട്ട മീനായിട്ടൊന്ന് വാങ്ങിച്ചത്. ഈ മാന്തൾ മീൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ വേഗം കുറച്ച് പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ചീനച്ചട്ടിയിലുണ്ടല്ലോ, മീൻ പൊരിക്കുകയാണെങ്കിലും ചിക്കൻ പൊരിക്കുകയാണെങ്കിലൊക്കെ അടിപൊളിയായിട്ട് എളുപ്പത്തിൽ റെഡിയായി കിട്ടും. കണ്ടോ, ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ തന്നെ ഇതാ അടിഭാഗമൊക്കെ നല്ലോണം മൊരിഞ്ഞ് വന്നിരുന്നു കേട്ടോ. അതേപോലെ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, പെട്ടെന്നാവും. അപ്പോൾ ഈ ഒരു ചട്ടീൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നമുക്ക് ഇൻഡസ് വാലിയിൽ നിന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാഴ്ച തന്ന ചട്ടിയാണിത്. നല്ല ക്വാളിറ്റി ഉള്ള നല്ല ചട്ടിയാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഒരു ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ റസീന എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് വാങ്ങുകയാണെങ്കിൽ 12% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. ഇപ്പോൾ പിന്നെ ക്രിസ്മസിൻ്റെ ഓഫറും ന്യൂ ഇയർ ഓഫറൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്തെടുത്ത്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ അന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്ന് എന്താ പറയുക, ഒരു 6 മണി മുതൽ ഒരു 10 മണി വരെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു.